ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. യുവരാജ അംഗദനെ 3 മഹാരഥന്മാർ ഒന്നിച്ചെതിർക്കുന്നത് കണ്ട ഹനുമാനും നീലനും അരക്ഷണം കൊണ്ട് കുമാരസമീപത്തിലെത്തിച്ചേർന്നു. വരുന്ന വഴിക്കു തന്നെ നീലൻ അത്യുന്നതമായൊരു ശൃംഗം തൃശിരസിൻ്റെ നേരിട്ടെറിഞ്ഞു. രാവണാത്മജൻ കൂരമ്പുകൾ കൊണ്ട് അതിനെ മധ്യത്തിൽ വെച്ചു തന്നെ തകർത്തു. 100 കണക്കിലുള്ള ശരങ്ങളാൽ പാറകൾ പൊട്ടി. അഗ്നിജ്വാലകൾ ചിന്നിച്ചിതറിക്കൊണ്ട് കൊടുമുടി വീണു. അവൻ്റെ ആയോധന സാമർഥ്യം കണ്ട് സന്തോഷത്തോടെ ദേവാന്തകൻ പരികവുമേന്തി മാരുതിയോട് ആർത്തടുത്തു. നേരിട്ട് വരുന്ന അവനെ പവനതനയനായ ഹനുമാൻ ചാടിയടുത്ത് അഗ്നിതുല്യമായ മുഷ്ടിയാൽ തലയ്ക്കൊന്ന് ഇടിച്ചു. അതോടെ മാരുതി അത്യുഗ്രമായി ഒന്നലറുകയും ചെയ്തു. അരക്കരെല്ലാം കിടുകിടെ വിറച്ചു. ദേവാന്തകന്റെ കണ്ണുകൾ അടർന്നു വീണു. നാവ് ഏറ്റവും തൂങ്ങി ജീവൻ വെടിഞ്ഞ് മണ്ണിൽ മറഞ്ഞു. രാക്ഷസപുത്രനായ ദേവാന്തകന്റെ നിധനം കണ്ട് തൃശിരസ് അസ്ത്രങ്ങൾ തുടരെ നീലന്റെ മാറിലേക്ക് അയച്ചു. ക്രുദ്ധനായ മഹോദരനാകട്ടെ മന്ദരപർവ്വതത്തിൽ സൂര്യനെന്ന പോലെ മലയ്ക്കൊക്കുന്ന മറ്റൊരു മാതങ്കത്തിൽ കയറി കാർമിന്നൽ വില്ലിൽ നിന്ന് ശരവർഷങ്ങൾ തൂകി നീലനോട് അടുത്തു. സർവ്വസൈന്യാധിപനായ നീലന്റെ ശരീരം മുഴുവൻ മുറിഞ്ഞ് രക്തമൊഴുകി. വൻ കരുത്തനായ മഹോദരന്റെ സായകങ്ങൾ കപിയൂതം മുഖ്യനെ സ്തംഭിപ്പിച്ചു. യാതൊന്നും തോന്നാതെ അല്പനേരം പകച്ചു നിന്നു. പെട്ടെന്ന് തൻ്റെടമാർന്ന നീലൻ മരത്തോപ്പുകൾ കൊണ്ട് മൂടിയ ഒരു കുന്നു പറിച്ച് മഹോദരന്റെ ശിരസിൽ ഒന്നടിച്ചു. വജ്രപ്രഹരം ഏറ്റൊരു അദ്രിയെപ്പോലെ ആനയോട് കൂടിയ മഹോദരൻ ചതഞ്ഞ് ഉയിരറ്റ് മഞ്ഞിടത്തിൽ വീണു കഴിഞ്ഞു. ചെറിയച്ഛനെ കൊന്നതു കണ്ട തൃശിരസ് വില്ലേന്തി മുന്നോട്ടണഞ്ഞ് കൂർത്ത ശരങ്ങൾ ആഞ്ജനേയനെ തെരുതെരെ അയച്ചു. ചൊടിച്ച മാരുതി ഒരു കുന്നിൻമുടി പറിച്ചെടുത്ത് എറിഞ്ഞു. നിശിത ശരങ്ങളെ കൊണ്ട് ആ പർവ്വത ശിഖരം തൃശിരസ് പൊടിച്ചിട്ടു. അത് കണ്ട കഭീന്ദ്രൻ മാമരങ്ങളെ തുരുതുരെ എറിഞ്ഞു. പ്രതാപിയായ രാവണി വരുന്ന മരങ്ങളെ ആകാശത്തിൽ നിന്നു തന്നെ അറുത്തിട്ട് അതികഠിനമായി അലറി. അതിരുഷ്ടനായ മാരുതി അടുത്ത് സിംഹം ഗജേന്ദ്രനെ എന്ന പോലെ ആ വലിയ അശ്വങ്ങളെ നഖാഗ്രങ്ങളാൽ പിളർത്തി. കാളരാത്രിയിലെ കാലൻ എന്ന പോലെ രാവണാത്മജൻ വലിയൊരു വേലെടുത്ത് ചുഴറ്റി പവനാത്മജനെ ലക്ഷ്യമാക്കി ചാട്ടി. കൊള്ളിമീൻ പോലെ അമ്പരതലത്തിൽ കൂടി വരുന്ന വേലിനെ വായുതനയൻ പിടിച്ച് ഉണക്ക കൊള്ളി പോലെ പൊട്ടിച്ച് ഒന്നലറി. അത്യുഗ്രമായ വേലിനെ പിടിക്കുന്നതും നിഷ്പ്രയാസം ഒടിക്കുന്നതും കണ്ട വാനര സൈന്യമാകെ സന്തോഷിച്ച് ഇടിനാദം പോലെ ആർത്തു വിളിച്ചു. തൃശിരസ് ഏറ്റവും മൂർച്ചയുള്ളൊരു ഖഡ്ഗവും എടുത്ത് ഹനുമാന്റെ മാറിൽ വെട്ടി. വിട്ടുകൊണ്ട മാരുതി ആളിയ അഗ്നി പോലെ ജാജ്വല്യമാനനായി തൃശിരസിന്റെ മാറിടത്തിൽ കൈത്തലത്താൽ ഒന്നാഞ്ഞടിച്ചു. അസുരപ്രമുഖന്റെ കൈപ്പിടി ആയന് വാൾ വീണു. തൻ്റെടമില്ലാതെ അവനും പർവ്വതതുല്യനായ ആഞ്ജനേയൻ രാക്ഷസഹസ്തത്തിൽ നിന്ന് ഖഡ്ഗം തട്ടിപ്പറിച്ചെടുത്ത് ഉച്ചത്തിൽ ഒന്നലറി. അസഹ്യ ശബ്ദം കേട്ട് തൃശിരസ് ചാടി എഴുന്നേറ്റതും മുഷ്ടി ചുരുട്ടി ഹനുമാന്റെ മാറിൽ ഇടിച്ചതും ഒപ്പമായിരുന്നു. ഇടികൊണ്ട മാരുതി രുഷ്ടനായി അവൻ്റെ കിരീടത്തോടെയുള്ള തല പിടിച്ച് ചാഞ്ചാടിച്ചു. ഉത്തമ കുണ്ടലങ്ങളും മുകുടങ്ങളും അണിഞ്ഞ് അവൻ്റെ തലകൾ 3 വജ്രതുല്യ മൂർച്ചയുള്ള വാളാൽ ദേവേന്ദ്രൻ ത്വഷ്ടാവിൻ്റെ ശിരസ് എന്ന പോലെ വെട്ടിവീഴ്ത്തി. ആ വാസവ ശത്രുവിൻ്റെ എരിയുന്ന അഗ്നി പോലെയുള്ള കണ്ണുകളോടുകൂടിയ ഉത്തമാംഗങ്ങൾ ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ എന്ന പോലെ രണാങ്കണത്തിൽ പതിച്ചുരുണ്ടു. ശക്രതുല്യ പരാക്രമിയായ ഹനുമാൻ 3 തലകളോട് കൂടിയ ആ ദേവാരിയെ ഇങ്ങനെ നിഗ്രഹിച്ചപ്പോൾ സഹിക്കവയ്യാത്ത സന്തോഷത്തോടെ മർക്കടന്മാർ കൂട്ടമിട്ടാർത്തു. ഭൂമി മുഴുവൻ കുലുങ്ങിയ പോലെയായി. രാക്ഷസന്മാർ 4 പാടും പാഞ്ഞൊളിച്ചു തുടങ്ങി. മഹോദര മരണം കണ്ട മത്തൻ എന്ന ആശരവ്യാക്രൻ കോപാന്തനായി തീർന്നു. കാരിരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ് അവൻ്റെ വൻഗത. പൊൻപോളകൾ പ്രശോഭിക്കുന്നതും മാംസരക്തങ്ങൾ പറ്റിപ്പിടിച്ചതും അനേകായിരം ശത്രുക്കളുടെ ജീവനൊടുക്കിയതും തേജസ്സേറിയ അഗ്രഭാഗത്തിൽ രക്തമാലകൾ അണിഞ്ഞതും ഐരാവതത്തിൻ്റെ മാത്രമല്ല മഹാപത്മദിക് ഗജേന്ദ്രൻ്റെ മതത്തെ കൂടി നശിപ്പിച്ചതുമായ ആ വലിയ ഗദയുമെടുത്ത് മത്തൻ വാനര സൈന്യ മധ്യത്തിലേക്ക് ചാടി അണഞ്ഞു. കാലാഗ്നി പോലെ
പട ഉടയ്ക്കാൻ തുടങ്ങുന്ന രാവണാനുജന്റെ മുന്നിലേക്ക് അമിതശക്തനായ ഋഷഭനെത്തി തടുത്തു. ഗിരിതുല്യനായി മുമ്പിൽ നിൽക്കുന്ന മർക്കടന്റെ നെഞ്ചിൽ ആ വലിയ ഗദ കൊണ്ട് ആ ശരൻ അടിച്ചു. ആ വിശാല വക്ഷസ്സിൽ നിന്ന് കടുനീളം ഒഴുകുക മാത്രമല്ല, ഋഷഭൻ ഒന്ന് വിറച്ച് അല്പനേരം ബോധരഹിതനാവുക കൂടിയുണ്ടായി. സുബോധമാർന്ന വാനരോത്തമൻ അസുരന്റെ നേരിട്ട് തന്നെ ഓടിച്ചെന്ന് ആ വലിയ ഗദ തട്ടിപ്പറിച്ച് വീണ്ടും വീണ്ടും ചുഴറ്റി ആ കൂറ്റന്റെ തലയിൽ തന്നെ അതർപ്പിച്ചു. പല്ലും കണ്ണും തെറിച്ച മത്തൻ വജ്രമേറ്റ പർവ്വതം പോലെ പ്രാണനറ്റ് വീണു. ഭീകരമായ അവയവങ്ങൾ ചിന്നിച്ചിതറി രണക്കളത്തിൽ പരന്നു. ഉയർപ്പോയ നിശാചരനെ കണ്ട രാക്ഷസപട ആയുധങ്ങൾ ഉപേക്ഷിച്ച് ജീവനെ രക്ഷിക്കുവാൻ നാലുപാടും ഓടിത്തുടങ്ങി. അത്ഭുത വിക്രമന്മാരായ അരക്കന്മാരുടെ സൈന്യം ഉടനെ ചിന്നിച്ചിതറുന്നതും ശക്രതുല്യ പരാക്രമികളായ സഹോദരന്മാർ ഹതരായതും ഇളയച്ചന്മാരായ മത്ത പ്രമത്ത സഹോദരന്മാർ വീണതും കണ്ട അതികായൻ രുഷ്ടനായി. അതിതേജസ്സുള്ളവനും വിധാതാവിൽ നിന്ന് അനേകം വരങ്ങൾ സമ്പാദിച്ചവനും ദേവാസുര മതങ്ങളെ അപഹരിച്ചവനും മാമലയ്ക്കൊത്ത ദേഹമുള്ളവനുമായ അതികായൻ 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചതുപോലെ പ്രകാശിക്കുന്ന തേരിൽ കയറി കവികളെ പാഞ്ഞെതിർത്തു. ആ ഇന്ദ്രവൈരി പെരിയ വില്ലിൻ ചെറുനാണൊലി മുഴക്കി ചീർത്ത ഒച്ചയോടെ സ്വനാമം ഉച്ചത്തിൽ പറഞ്ഞു. ശുഭകുണ്ടലങ്ങളും കിരീടവും അണിഞ്ഞ് രാവണസൂനുവിൻ്റെ ശബ്ദവും വില്ലിൻ നാദവും പ്ലവങ്കരെ നടുങ്ങിച്ചു. കുംഭകർണൻ ഇതാ രണ്ടാമതും വരുന്നു എന്നിങ്ങനെ അതികായൻ്റെ ദേഹവലിപ്പം കണ്ട കുരങ്ങന്മാർ നിശ്ചയിച്ച് പേടിച്ചരണ്ട് അന്യോന്യം കെട്ടിപ്പിടിച്ച് കണ്ണടച്ചു തുടങ്ങി. ത്രിഭുവനങ്ങൾ 3 അടി അളക്കാൻ വളർന്നു നിൽക്കുന്ന മഹാവിഷ്ണുവാണോ എന്ന് ശങ്കിച്ച് ചില വാനര യോദ്ധാക്കൾ രണക്കളത്തെ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. എല്ലാവരും കൂടി ഓടിച്ചെന്ന് ശരണ്യനും മഹാത്മാവുമായ ലക്ഷ്മണനെ അഭയം പ്രാപിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.